Good morning, students. നമുക്ക് പത്താമത്തെ പ്രോബ്ലം നോക്കാം. പത്താമത്തെ പ്രോബ്ലം ഇതാണ്. Given dy by dx equal to 1 minus y. y0 is equal to 0. Use Euler's method with h is equal to 0.1. Compute the value of y of 0.2. അപ്പോൾ dy by dx നമ്മൾ തന്നിട്ടുണ്ട്. dy by dx നാണ് നമ്മൾ f of x y എന്ന് പറയുന്നത്. dy by dx equal to 1 minus y. y0 is equal to 0. Euler method ഉപയോഗിച്ച് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണം. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? y of 0.2 കണ്ടുപിടിക്കണം. h എന്നുള്ളത് 0.1 എടുക്കണം. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. ഇവിടെ h is equal to x ന്റെ വാല്യൂ x is equal to 0 ആവുമ്പോൾ y യുടെ വാല്യൂ എത്രയാണ്? 0. ഇനി x ന്റെ വാല്യൂ 0.1 വരുമ്പോൾ ഇവിടെ y1 എത്രയാണ്? 0.2 വരുമ്പോൾ y2 എത്രയാണ്? അപ്പോൾ ഈ y1 y2 ആണ് കണ്ടുപിടിക്കേണ്ടത്. We have to find out the value of y1 y2 by using Euler method. അപ്പോൾ Euler method വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. ഫോർമുല എന്താണ്? yn plus 1 is equal to yn plus h into f of xn yn. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ y1 y2 y3 ഒക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ Euler മെത്തേഡിന്റെ ഫോർമുല yn plus 1 is equal to yn plus h into f of xn yn. ഇവിടെ f of xy എന്ന് പറയുന്നത് എന്താണ്? f of xy എന്ന് പറയുന്നത് 1 minus y ആണ്. f of xy എന്ന് പറയുന്നത് 1 minus y ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ h എന്ന് പറയുന്നത് എത്രയാണ്? h നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. h is equal to 0.1 ആണ്. 0.1. അപ്പോൾ നമുക്ക് ആദ്യം n equal to 0 കൊടുക്കാം. n equal to 0 കൊടുത്തു കഴിയുമ്പോൾ y1 നമുക്ക് കിട്ടും. y1 എന്നുള്ളത് എന്താണ്? y0 plus h into f of ഈ xn ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? x0 then y0. അപ്പോൾ n ന്റെ സ്ഥാനത്ത് 0 കൊടുത്തപ്പോൾ y0 plus h into f of x0 y0 that is equal to ഇവിടെ y0 ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 0. y0 0 ആണ്. h എന്ന് പറഞ്ഞാൽ 0.1 ആണ്. f of x0 y0 f of x0 equal to 0 ആണ്. y0 equal to 0 ആണ്. അപ്പോൾ 0.1 f of 0 0 f of 0 0 y ക്ക് നമ്മൾ 1 കൊടുക്കുമ്പോൾ 1 വരും. അപ്പോൾ ആൻസർ 0.1. അപ്പോൾ y1 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 0.1. അപ്പോൾ x is equal to 0.1 ആവുമ്പോൾ y യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? 0.1. ഇനി നമ്മുടെ n equal to 1 എടുക്കാം. n equal to 1 എടുക്കുമ്പോൾ y2 വരും. y2 is equal എന്താണ്? y1 plus h into f of x1 y1. അതില് y1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 0.1 പ്ലസ് h എന്ന് പറഞ്ഞാൽ 0.1 ആണ്. f of x1 y1 എന്ന് പറഞ്ഞാൽ എന്താണ്? f of x1 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. y1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ആണ്. that is equal to 0.1. that is 0.1 plus 0.1 f of 0.1 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷനിലെ y ക്ക് പകരം നമ്മൾ കൊടുക്കണം 0.1 കൊടുക്കണം. 1 minus 0.1 that is 0.1 plus 0.1 1 minus 0.1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.1 plus 0.1 into 0.9 നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.19. അപ്പോൾ ഈ വാല്യൂ കിട്ടി 0.19 കിട്ടി. അപ്പോൾ y1 കിട്ടി y2 കിട്ടി. നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ഏതാണ്? ഓയിലർ മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഓയിലർ മെത്തേഡ്. അപ്പോൾ ഓയിലർ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ we should know the formula yn plus 1 is equal to yn plus h into f of x and yn. f of xy എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് f of xy. അപ്പോൾ yn plus h into f of x and yn എന്നുള്ള ഫോർമുലയില് നമ്മൾ n equal to 0 n equal to 1 n equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y1 y2 y3 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? x0 is equal to 0 തന്നിട്ടുണ്ട്. അതുപോലെ 0.1 x1 0.1 തന്നിട്ടുണ്ട്. x2 0.2 തന്നിട്ടുണ്ട്. y0 ഇനിഷ്യൽ വാല്യൂ തന്നിട്ട് 0. നമുക്ക് y1 y2 കണ്ടുപിടിക്കണം. അപ്പോൾ y1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? n equal to 0 കൊടുത്തു. അപ്പോൾ y1 plus y0 plus h into f of x0 y0. y0 ന്റെ വാല്യൂ 0 plus h എന്നുള്ളത് 0.1 f of 0 0 f of 0 0 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷനിലെ y ക്ക് പകരം നമ്മൾ 0 കൊടുത്തു. അപ്പോൾ 1 minus 0 that is equal to 1 that is 0.1 into 1 0.1. അപ്പോൾ y1 ന്റെ വാല്യൂ 0.1 കിട്ടി. ഈ y2 ന്റെ വാല്യൂ കിട്ടാനായിട്ട് n equal to 1 കൊടുത്തു. അപ്പോൾ y2 is equal to y1 plus h into f of x1 y1. y1 തൊട്ട് മുമ്പ് കിട്ടിയ വാല്യൂ ആണ് 0.1. h എന്ന് പറഞ്ഞാൽ 0.1 f of x1 y1 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നമ്മൾ
ഈ വൈക്ക് നമ്മൾ 0.1 കൊടുത്തു കഴിയുമ്പോൾ 1 മൈനസ് 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 പ്ലസ് 0.1 1 മൈനസ് 0.1 0.1 പ്ലസ് 0.1 1 മൈനസ് 0.1 ഇത് കുറച്ച് 0.9 വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.19 കിട്ടും. അപ്പൊ നമുക്ക് y1 ന്റെയും y2 ന്റെയും വാല്യൂ കിട്ടി. y ഓഫ് 0.2 y ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? y ഓഫ് 0.2 ആണ്. y ഓഫ് 0.2 ന്റെ ആൻസർ എന്താണ്? 0.1. എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ. ഈ ഫോർമുല പ്രത്യേകം ഓർത്തിരിക്കുക. ഓയിലേഴ്സ് മെത്തേഡില് y പ്ലസ് 1 ആണ്. ഫോർമുല എന്താണ്? yn പ്ലസ് h ഇൻറ്റു f ഓഫ് xn y.